ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് മോളുടെ പിറന്നാളാണ് കേട്ടോ. ഡേറ്റിനാണ് നമ്മൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ ചെറിയൊരു പരിപാടി, അമ്പലത്തിൽ പോവുക, മോക്ക് പെരുന്നാൾ സദ്യ കൊടുക്കുക, അങ്ങനത്തെ ചെറിയ പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ നമുക്ക് ഇടേണ്ട ഡ്രസ്സൊക്കെ, ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സൊക്കെ കേട്ടോ, അന്ന് ബർത്ത്ഡേൻ്റെ അന്ന്. പിന്നെ അമ്മ മോളെ കുളിപ്പിച്ച് റെഡിയാക്കി. കുളിപ്പിക്കുമ്പോൾ ഭയങ്കര കച്ചറയാണ്, കരഞ്ഞ് അലമ്പാക്കി കളയും. പിന്നെ ഓക്കെ ആവും, എന്തെങ്കിലും കയ്യിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പം ഫീഡ് ചെയ്തിട്ട് തന്നെ ഉറങ്ങും. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന പരിപാടിയിലാണ്. പൊട്ട് വെക്കാനൊന്നും സമ്മതിക്കില്ല, ഉറങ്ങിയാൽ മാത്രമാണ് സമ്മതിക്കുന്നത്. നല്ല മൂടാണെങ്കിൽ ഇതുപോലെ ഇടാനൊക്കെ സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിക്കത്തേ ഇല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോകാൻ ഡ്രസ്സ് ഇട്ടാൽ മനസ്സിലാവും പുറത്ത് പോകാനാണെന്ന്, അങ്ങനെ സമ്മതിക്കും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ റെഡിയായി. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ നോക്കുകയാണ് ഒരാൾ, കുഴപ്പമില്ല, അതിൻ്റെ ആ പൂവൊക്കെ പിടിച്ച് പറിച്ച്. അപ്പോൾ അച്ഛനും ഞാനും മോളാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഗോതീശ്വരം അമ്പലത്തിലാണ് പോകുന്നത്. അയ്യോ, അതിൻ്റെ ഒരാൾ ആവിക്കിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അച്ഛനും മോളും ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ആ ഒരു അമ്പലത്തിലോട്ട് പോകാൻ. ഫുള്ള് കടൽ തീരത്തുള്ള ഒരു അമ്പലമാണ്. അമ്മ ഇങ്ങനെ നിന്നതായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു വേഗം പോയിട്ട് വാ, അതിനിടയ്ക്ക് ഞാൻ ഇവിടുത്തെ പണിയൊക്കെ ഏകദേശം തീർക്കാന്ന് പറഞ്ഞിട്ട് ഞാനും അച്ഛനും മോളും കൂടിയിട്ട് പോകുന്നത്. പിന്നെ തൊഴുതിറങ്ങി വലം വെക്കുമ്പോൾ അവിടെ കുറേ നായ്ക്കളൊക്കെ കിടക്കുന്നുണ്ട്, എനിക്ക് പേടിയായി. പിന്നെ അച്ഛനും മോളും കടലെല്ലാം കണ്ട് വീട്ടിൽ തിരിച്ചെത്തിയട്ടോ. തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ വിട്ടും വഴങ്ങുണ്ടായിരുന്നത്. ഏകദേശം പണിയൊക്കെ അമ്മ ഒരുക്കിയിട്ടുണ്ട്, കുറേ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇടയിൽ ഞാൻ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ പൂ വായിലിട്ടിട്ട് ഞാൻ തൈല് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഞാൻ നേരെ അവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് നേരെ വീട്ടിലെത്തി, സാധനം വാങ്ങിച്ച് നേരെ വീട്ടിലെത്തി. അതിനുള്ള അച്ഛൻ തേങ്ങ ചിലവായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ വീണ്ടും ഒക്കെ റെഡിയാക്കി വെച്ച് ഗൈസ്. കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ മോളെ ഒരുക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മോളെ കുറച്ച് കളിച്ച്, അതിനിടയിൽ അച്ഛൻ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വിളക്കൊക്കെ കത്തിക്കുമല്ലോ, വിളക്കൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ മക്കൾക്ക് സ്കൂൾ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ചേച്ചി ലേറ്റായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ ഭയങ്കര സന്തോഷം. തെച്ചുവിന് ബാഗ് നോക്കുന്നുണ്ട്. ഒന്നും ഏട്ടന്മാരെ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, അവരെ വൈകിത്താൻ ഇങ്ങനെ നടന്നോളും, അവരൊന്നിനും സമ്മതിക്കില്ല. പോയിട്ട് വെറുതെ ഇങ്ങനെ കച്ചറി ഉണ്ടാക്കും. ബാഗ് ചേച്ചിനൊക്കെ വരാനാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ കസിനാണ് നന്ദൂട്ടൻ, അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വിളമ്പാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം, ഇലയൊക്കെ വലിച്ച് ചാടോ എന്താ അറിയില്ല. പിന്നെ മോളെ മുണ്ടാട്ടോ ഉടുപ്പിച്ചത്. പപ്പടം കിട്ടിയാൽ പിന്നെ മൂപ്പർക്കൊന്നും വേണ്ട. അതിനിടയ്ക്ക് മുണ്ട് കഴിഞ്ഞു പോയി. മുണ്ട് എന്നിട്ട് പൊന്നും എടുത്തു കൊടുക്കുക കേട്ടോ. പപ്പടം തന്നെയാണ് ആദ്യം കഴിച്ചത്. പിന്നെ ഇതാ പഴം എടുത്തിട്ട് നടക്കുക. ഏട്ടന്മാരെയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ കുറച്ചൊക്കെ വാരിക്കൊടുത്തു. കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനും കുറച്ച് വാരിക്കൊടുത്ത്. അതൊക്കെ പിന്നെ ഞാൻ വാരിക്കൊടുക്കുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കലായി. ഇപ്പം ഞാനാരായി? ശശിയായി. പിന്നെ ഇവിടുന്ന് എഴുന്നേറ്റ് പഴം എടുത്തിട്ട് എഴുന്നേറ്റ് ഇതാ കേശുവിൻ്റെ വായിലേക്ക് എടുക്കാൻ വേണ്ടി പോകും. അതിനിടയ്ക്ക് വിളക്ക് തൊട്ടിട്ട് അയ്യോ, ഞാൻ വിചാരിച്ച പൊള്ളിപ്പോയെന്ന്. പൊള്ളിയിട്ടൊന്നുമില്ല, അത് ഞാൻ സൗണ്ട് ആക്കിയിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചു. പിന്നെ ഫുള്ള് ചൂട് അതാ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നു. പിന്നെ നന്ദു അമ്മൂമ്മയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ ഈ കടയിൽ പോയി, അതാണ് ലേറ്റായി പോയത്. എന്നെ വെയിറ്റ് ചെയ്തിട്ട് ചേച്ചി ആൻറ്റി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യ കണ്ടു ഗൈസ്. ഒന്നും പറയണ്ട, എനിക്ക് സദ്യ കിട്ടിയാലും ഞാൻ അങ്ങോട്ട് എന്താ ചെയ്യുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സദ്യ. എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. ആട്ടിച്ച് മാറ്റി തിന്നുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മളെല്ലാം കൂടി കഴിക്കുകയാണ്. അമ്മ ഇരുന്നിട്ടില്ല, അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ഇല കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പ്ലേ ടൈമാണ്, എല്ലാവരും കൂടി കളിക്കായിരുന്നു. പിന്നെ ഒരു കാര്യം വിട്ടതല്ല ഗൈസ്, എന്താന്ന് വെച്ചാൽ പായസം കുടിക്കാനും വയറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കുടിച്ചത്. ആ കുടിയാണ് ഈ കുടി. കണ്ടു ഗൈസ്, അയ്യോ എന്താ പറയുക, വയറ് പൊട്ടുന്ന പോലെ വയറ് ഫുള്ളായിപ്പോയി. പിന്നെ അവിടെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
പിറന്നാളല്ലേ, അതുകൊണ്ട് അവിടെ കുറച്ച് ബംഗാളീസ് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം പോയിട്ട് അച്ഛൻ പായസം കൊടുത്ത്, അതൊക്കെ ഭയങ്കര സന്തോഷം. ഒരു ഗ്ലാസ് ബാക്കി ഉണ്ടായിരുന്നു, അത് പൊന്നും കൊണ്ടുവന്നു. ചേച്ചി മക്കൾക്ക് സ്കൂളിലുണ്ട് തേച്ച് പോകാൻ നിൽക്കുക കേട്ടോ. പോകുന്നതിനിടയ്ക്ക് കേശുവിൻ്റെ കണ്ണൻ്റെ ഷൂ ഒരാക്കിടണം, കാലൊക്കെ പൊന്തിച്ചിട്ട് കണ്ടിട്ട് മോൻ പിടിച്ചത് കണ്ടോ. ചങ്ങട വേണം പൊണ്ണിനെ. ആ ചങ്ങടം മാറ്റാൻ നമ്മൾ നേരെ ബീച്ചിലോട്ട് വിട്ട് അവരിറങ്ങിയ പാട്. ഞാൻ, അമ്മ, പൊന്നും ഉണ്ടായിരുന്നു, ചക്കരയും ഉണ്ടായിരുന്നു, എൻ്റെ നെയ്ബറാണ്. അപ്പോൾ ഇതാണ് എത്രയോ ശാന്തമായ കടൽ. ശാന്തതയൊന്നുമല്ല, മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് ഒരിതുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.